ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മേഘമൽഹാർ കഥയുടെ 6ാമത്തെ ഭാഗമാണ്. ബാക്കി 5 ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, പ്ലേലിസ്റ്റിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സെക്ഷനിൽ മേഘമൽഹാർ എന്നുള്ള കഥയുടെ പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. അസൈൻമെൻറ്റിൻ്റെ 6ാമത്തെ ദിവസം. ഒരാഴ്ചത്തെ മാളുവിൻ്റെ ഉറക്കമില്ലാത്ത കഷ്ടപ്പാടിൻ്റെ അവസാന ഘട്ടമായിരുന്നു അത്. ഇന്നലെ അജ്ഞാതൻ ലൈബ്രറിയിൽ കൊണ്ടുവച്ച റഫറൻസ് ബുക്കിൻ്റെ സഹായത്തോടെ അവൾ ഡാറ്റ കളക്ഷൻ പൂർണ്ണമായും തീർത്തിരുന്നു. ഇനി ആ റഫ് നോട്ടുകളെല്ലാം കമ്പ്യൂട്ടർ ലാബിൽ പോയി ഭംഗിയായി ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക എന്ന വലിയൊരു ജോലി കൂടിയാണ് ബാക്കിയുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് മുൻപായി അത് സാറിന് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഉച്ചയ്ക്കലത്തെ ഇൻ്റർവെൽ സമയത്ത് എല്ലാവരും പുറത്തുപോയ തക്ക നോക്കി ലൈബ്രറിയിൽ നിന്നും വേഗത്തിൽ കമ്പ്യൂട്ടർ ലാബിലേക്ക് പോവുകയായിരുന്നു മാളു. അവളുടെ കയ്യിൽ കഴിഞ്ഞ 5 ദിവസമായി എഴുതിക്കൂട്ടിയ റെക്കോർഡുകളുടെയും റഫ് നോട്ടുകളുടെയും വലിയൊരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു. സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് ഒരു പേപ്പറിൽ നോക്കി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവൾ വരാന്തയിലൂടെ വളരെ വേഗത്തിൽ നടന്നു. സയൻസ് ബ്ലോക്കിലേക്കുള്ള ആ ഇടനാഴിയിൽ വലിയൊരു വളവുണ്ട്. അവിടെ എത്തിയതും എതിരെ വന്ന ആളുടെ മേലേക്ക് മാളു അപ്രതീക്ഷിതമായി വന്നിടിച്ചു. വളരെ വേഗത്തിലായിരുന്നതുകൊണ്ട് ആ ഇടിയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകളും നോട്ടുകളും മുഴുവൻ കാറ്റിൽ പറന്ന് വരാന്തയിലാകെ ചിതറി വീണു. തൻ്റെ നെറ്റി ചെന്നിടിച്ച ആ വിരിഞ്ഞ നെഞ്ചിൽ നിന്നും മാളു ഞെട്ടിപ്പുറകോട്ട് മാറി. തല ഉയർത്തി നോക്കിയ അവൾ ശരിക്കും ഭയന്നുപോയി. മുന്നിൽ നിൽക്കുന്നത് അഭിമന്യുവാണ്. അവൻ്റെ ഷർട്ടിൻ്റെ മുൻഭാഗം ചെറുതായി ഒന്ന് ചുളിഞ്ഞിരുന്നു. മാളു പെട്ടെന്ന് എന്തോ വലിയ തെറ്റു ചെയ്തതുപോലെ 2 അടി പുറകോട്ട് മാറി നിന്നു. തന്നെ വഴക്കു പറയാൻ പോകുന്ന ആ കലിപ്പൻ മുഖം കാണാൻ തയ്യാറായിക്കൊണ്ട് അവൾ പേടിയോടെ അവനെ നോക്കി. എന്നാൽ അഭിമന്യുവിൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ആ കൂട്ടിയിടിയുടെ ചെറിയൊരു അമ്പരപ്പായിരുന്നു. മാളു പേടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവനൊന്നും പറയാൻ തോന്നിയില്ല. പകരം അവൻ നിലത്തേക്ക് നോക്കി. വരാന്തയിലാകെ അവളുടെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടായ ആ നോട്ടുകൾ ചിതറിക്കിടക്കുകയാണ്. മാളു വേഗം മുട്ടുകുത്തിയിരുന്ന് ആ പേപ്പറുകൾ ഓരോന്നായി പെറുക്കിയെടുക്കാൻ തുടങ്ങി. അവൾ പേപ്പറുകൾ എടുക്കുന്നതിനിടയിൽ അവൾ പോലും അറിയാതെ അഭിമന്യു അവൾക്ക് മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. എപ്പോഴും ഗൗരവത്തിൽ മാത്രം നടക്കുന്ന, കുട്ടികളെ വിറപ്പിച്ചു നിർത്തുന്ന ആ കലിപ്പൻ സാറ് തനിക്ക് വേണ്ടി പേപ്പറുകൾ പെറുക്കിത്തരാൻ നിലത്തിരിക്കുന്നത് കണ്ട മാളുവിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി നിന്നുപോയി. അഭിമന്യു അതൊന്നും ശ്രദ്ധിക്കാതെ നിലത്തുനിന്നും ഓരോ പേപ്പറുകളായി അടുക്കിയെടുക്കുകയായിരുന്നു. പെട്ടെന്ന് പറന്നു മാറിയ ഒരു പ്രധാനപ്പെട്ട പേപ്പർ എടുക്കാൻ വേണ്ടി മാളു കൈനീട്ടി. അതേ പേപ്പർ എടുക്കാൻ വേണ്ടി അഭിമന്യുവും കൈനീട്ടിയിരുന്നു. ഒരേ സമയം ഇരുവരുടെയും കൈകൾ ആ പേപ്പറിൽ ചെന്ന് പതിച്ചു. മാളുവിൻ്റെ വിരലുകൾക്ക് മുകളിലായി അഭിമന്യുവിൻ്റെ കൈവിരലുകൾ അമർന്നു. പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ ഇരുവരും ഒന്നുകൂടി ഞെട്ടി. ആ സ്പർശനത്തിൽ സമയം അവിടെ വെച്ച് നിലച്ചതുപോലെ അവർക്ക് തോന്നി. ആ തണുത്ത ഇടനാഴിയിലും മാളുവിൻ്റെ വിരലുകളിലൂടെ ചൂട് കടന്നു പോകുന്നുണ്ടായിരുന്നു. 2 പേരും ഒരേ സമയം
പരസ്പരം മുഖത്തേക്ക് നോക്കി. വളരെ അടുത്തുള്ള ആ നോട്ടത്തിൽ മാളുവിൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. അഭിമന്യുവിൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് തൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള യാതൊരു ബോധവും അഭിമന്യുവിനുണ്ടായിരുന്നില്ല. എപ്പോഴും കലിപ്പും ദേഷ്യവും മാത്രം തോന്നുന്ന ഈ കുട്ടിയോട് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിചിത്രമായ അടുപ്പവും കരുതലും തോന്നുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരമ്പരപ്പും ആശയക്കുഴപ്പവും മാത്രമായിരുന്നു ആ സമയത്ത് അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. ആ നോട്ടത്തിൻ്റെ ആഴം മാളുവിനെയും വല്ലാതെ അസ്വസ്ഥയാക്കി. എന്താ ഈ മനുഷ്യൻ്റെ കണ്ണുകളിൽ? ചിലപ്പോൾ തോന്നും എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്. പക്ഷെ മറ്റു ചിലപ്പോൾ അവളുടെ മനസ്സിലും വലിയൊരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾ അവർ അങ്ങനെ തന്നെ ഇരുന്നു പോയി. പെട്ടെന്ന് വരാന്തയുടെ അറ്റത്തു നിന്നും ആരോ സംസാരിച്ചു കൊണ്ടുവരുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവർ ആ നിമിഷത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. അഭിമന്യു പെട്ടെന്ന് കൈവലിച്ചു. തനിക്ക് എന്താ ഈ പറ്റുന്നത്? ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്ത് കാരണമാണുള്ളത് എന്നൊരു വെപ്രാളം അവനിലുണ്ടായി. അവൻ വേഗം കയ്യിലുള്ള പേപ്പറുകൾ മുഴുവൻ ഒരുമിച്ചെടുത്ത് എഴുന്നേറ്റ് നിന്നു. മാളവും ബാക്കിയുള്ള പേപ്പറുകളുമായി ധൃതിയിൽ എഴുന്നേറ്റു. മുഖത്ത് ആ പഴയ കലിപ്പൻ ഗൗരവം തിരികെ കൊണ്ടുവരാൻ അഭിമന്യു വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ കയ്യിലുള്ള നോട്ടുകൾ അവളുടെ നേരെ നീട്ടി. നോക്കി നടന്നൂടെ തനിക്ക്? ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്ന ഇനിയും വല്ലയിടത്തും കൊണ്ടുപോയി ഇടിക്കും. ശബ്ദത്തിൽ കുറച്ച് ദേഷ്യം വരുത്തി അവൻ പറഞ്ഞു. മാളു അവൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ ആ പേപ്പറുകൾ വാങ്ങി. അവളുടെ കൈകൾ അപ്പോഴും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. സോറി സാർ, അവൾ പതുക്കെ പറഞ്ഞു. അവൻ മറ്റൊന്നും പറയാതെ വേഗത്തിൽ അവിടെ നിന്നും നടന്നുപോയി. അവൻ്റെ നെഞ്ചിടിപ്പ് സാധാരണയിലധികം കൂടുതലായിരുന്നു. ആ സ്പർശനവും നോട്ടവും ഉണ്ടാക്കിയ ചെറിയൊരു മരവിപ്പ് മാറ്റാൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. അഭിമന്യു നടന്നുപോയ ആ വഴിയിലേക്ക് നോക്കി മാളു അങ്ങനെ തന്നെ നിന്നു. കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ അവൾ കയ്യിലുള്ള പേപ്പറുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കമ്പ്യൂട്ടർ ലാബിലേക്ക് നടന്നു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ തലേദിവസം വൈകുന്നേരം. കോളേജിലെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് കുട്ടികളും അധ്യാപകരിൽ മിക്കവരും വീട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ കമ്പ്യൂട്ടർ ലാബിൽ അപ്പോഴും സ്ക്രീനിലേക്ക് കണ്ണും നട്ട് വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യുകയാണ് മാളു. ഒരാഴ്ചത്തെ ഉറക്കമില്ലാത്ത കഷ്ടപ്പാടിൻ്റെ അവസാനത്തെ ഘട്ടമാണത്. വിരലുകൾ വേദനിക്കുന്നുണ്ടെങ്കിലും അവൾ ടൈപ്പിംഗ് നിർത്തിയില്ല. റഫറൻസ് ബുക്കുകളിൽ നിന്നും തിരഞ്ഞു പിടിച്ചെഴുതിയ ആ വലിയ കെട്ട് കടലാസുകൾക്കിടയിൽ നിന്നും അവസാനത്തെ കുറച്ച് പേജുകൾ കൂടിയേ ഇനി ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ലാബിലെ അറ്റൻഡറായ രാമേട്ടൻ അങ്ങോട്ടേക്ക് വന്നത്. കുട്ടി, സമയം 6 മണി കഴിഞ്ഞു. എനിക്ക് ലാബ് പൂട്ടി താക്കോല് ഓഫീസിൽ ഏൽപ്പിക്കണം. ഇന്നത്തേക്ക് നിർത്തിയിട്ട് ബാക്കി നാളെ ചെയ്തൂടെ? മാളു വല്ലാതെയായി. അയ്യോ രാമേട്ടാ, നാളെ രാവിലെ 10 മണിക്ക് മുൻപ് എനിക്കിത് സബ്മിറ്റ് ചെയ്യണം. ഇനി കുറച്ചുകൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു അരമണിക്കൂർ പ്ലീസ്. ഞാനിത് തീർത്തിട്ട് അപ്പം തന്നെ ഇറങ്ങിക്കോളാം.
അത് പറ്റില്ല കുട്ടി. എനിക്ക് ലാബ് പൂട്ടിയിട്ട് പോയിട്ട് വേറെ കുറച്ച് പണിയുണ്ട്. പ്രിൻസിപ്പൽ സാറ് കണ്ട എന്നെ വഴക്ക് പറയും. നീ വേഗം സേവ് ചെയ്തിട്ട് ഇറങ്ങാൻ നോക്ക്, രാമേട്ടൻ കർശനമായി പറഞ്ഞു. മാളുവിന് സങ്കടം വന്നു. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആകുമോ? കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയ ആ നിമിഷത്തിലാണ് ലാബിന്റെ വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടത്. രാമേട്ടൻ പോയിക്കോളൂ. ലാബ് അടയ്ക്കാനുള്ള താക്കോല് എന്നെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ ഓഫീസിൽ കൊടുത്തോളാം. മാളു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഗൗരവത്തിൽ നിൽക്കുന്ന അഭിമന്യു. രാമേട്ടൻ സന്തോഷത്തോടെ താക്കോൽ അഭിമന്യുവിനെ ഏൽപ്പിച്ച് വേഗം അവിടെ നിന്നും പോയി. മാളുവിന് ശരിക്കും അത്ഭുതം തോന്നി. തനിക്ക് ഇത്രയും വലിയൊരു പണി തന്ന ആള് തന്നെ ഇപ്പൊ തനിക്ക് സമയം നീട്ടി തന്നിരിക്കുന്നു. അവൾ അവിശ്വസനീയതയോടെ അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോ അഭിമന്യു മുഖത്ത് വീണ്ടും ആ പഴയ കലിപ്പൻ ഭാവം വരുത്തി. അങ്ങനെ നോക്കണ്ട. നാളെ രാവിലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് 0 ആയിരിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ലാബ് അടച്ചു, ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ള എക്സ്ക്യൂസ് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ. വേഗം ടൈപ്പ് ചെയ്ത് തീർക്കാൻ നോക്ക്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവളുടെ സീറ്റിന് കുറച്ച് അകലെയായി കിടന്നൊരു കസേരയിലേക്ക് വന്നിരുന്ന് ഫോണിൽ എന്തോ നോക്കാൻ തുടങ്ങി. മാളു വേഗം സ്ക്രീനിലേക്ക് തിരിഞ്ഞ് ബാക്കിയുള്ളതുകൂടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഫോണിൽ നോക്കുന്നതായി നടിച്ചിരുന്നെങ്കിലും അഭിമന്യുവിന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. ടൈപ്പ് ചെയ്ത് തളരുമ്പോൾ വിരലുകൾ ഞൊട്ടിയൊടിക്കുന്നതും ഉറക്കം വരാതിരിക്കാൻ കണ്ണുകൾ ഇറുക്കി അടച്ച് തുറക്കുന്നതുമെല്ലാം അവൻ വളരെ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തോറ്റു കൊടുക്കാൻ ഒട്ടും മനസ്സില്ലാത്ത വാശിയാണോ? അതോ? അവന് വീണ്ടും വലിയൊരു ആശയക്കുഴപ്പം തോന്നി. അവളോട് തോന്നുന്ന ഈ പ്രത്യേകത എന്താണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദേഷ്യമാണോ? സഹതാപമാണോ? അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലുമാണോ? ഉത്തരമില്ലാത്ത ആ ചോദ്യം അവനെ വീണ്ടും കുഴക്കി. എങ്കിലും അവൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൻ്റെ ഉള്ളില് എന്തോ വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഒടുവിൽ അരമണിക്കൂറിന് ശേഷം മാളു ടൈപ്പിംഗ് പൂർത്തിയാക്കി. അസൈൻമെന്റിന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് പ്രിന്ററിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ വലിയ ആശ്വാസവും ചിരിയും അഭിമന്യുവും കണ്ടു. അവളുടെ ആ ചിരി കണ്ടപ്പോൾ അറിയാതെ അവന്റെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിടർന്നു. പക്ഷെ അവളത് കാണുന്നതിന് മുൻപേ അവനത് മറച്ചു പിടിച്ചു. പ്രിന്റ് ചെയ്ത പേപ്പറുകൾ ഭംഗിയായി അടുക്കി ഫയലിലാക്കി അവൾ ബാഗിൽ എടുത്തു വെച്ചു. എന്നിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അഭിമന്യുവിനെ നോക്കി. താങ്ക് യു സർ. അവളുടെ ശബ്ദത്തിൽ നല്ല ആത്മാർത്ഥതയുണ്ടായിരുന്നു. അവൾക്ക് അയാളോട് ആ നിമിഷം വലിയൊരു ബഹുമാനം തോന്നി. അഭിമന്യു ഫോണ് പോക്കറ്റിലിട്ട് എഴുന്നേറ്റു. താങ്ക്സ് ഒന്നും വേണ്ട. നാളെ രാവിലെ 10 മണിക്ക് മുൻപ് ഈ ഫയൽ എൻ്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അവൻ ഗൗരവം വിടാതെ തന്നെ ചോദിച്ചു. ഉവ്വ് സാർ. അവൾ പതുക്കെ തലയാട്ടി. അവൻ ലാബിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് പുറത്തിറങ്ങി വാതിൽ പൂട്ടി. മാളുവും അവനൊപ്പം പുറത്തേക്ക് നടന്നു. കമ്പ്യൂട്ടർ ലാബിൽ നിന്നിറങ്ങി മാളു കോളേജ് ഗേറ്റ് കടക്കുമ്പോഴേക്കും സമയം 6:30 കഴിഞ്ഞിരുന്നു. ശൈത്യകാലമായതുകൊണ്ട് പുറത്ത് വേഗത്തിൽ ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. റോഡിലൊന്നും വലിയ തിരക്കില്ല.
മാള് വേഗത്തിൽ നടന്ന് കോളേജിന് കുറച്ചകലെയുള്ള ബസ് സ്റ്റോപ്പിലെത്തി. ക്ഷീണം കാരണം അവൾക്ക് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ബസ് വരുന്ന വഴിയെ കണ്ണും നട്ടിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ബസ് പോലും ആ വഴി വന്നില്ല. ഇരുട്ട് കൂടുന്നതിനനുസരിച്ച് മാളുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയും ജനിച്ചു തുടങ്ങി. ഈ സമയത്ത് ആ റൂട്ടിൽ ബസ്സുകൾ കുറവാണെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴാണ് കോളേജിൽ നിന്നും അഭിമന്യു തൻ്റെ കാറിൽ ആ വഴി വന്നത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വെറുതെ ബസ് സ്റ്റോപ്പിലേക്ക് നോക്കിയ അവൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ഇരുട്ടത്ത് ആ വിജനമായ ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കുന്ന മാളു. അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഈ സമയത്ത് ഇവളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ? അവനിൽ എന്തെന്നില്ലാത്തൊരു ദേഷ്യവും ഒപ്പം വലിയൊരു കരുതലും നിറഞ്ഞു. അവൻ വണ്ടി റിവേഴ്സ് എടുത്ത് നേരെ ബസ് സ്റ്റോപ്പിന് മുന്നിലായി കൊണ്ടുവന്ന് നിർത്തി. പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്ന കാറ് കണ്ട് മാള് പേടിച്ചെഴുന്നേറ്റു. കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് താഴ്ന്നതും ഉള്ളിരിക്കുന്ന അഭിമന്യുവിനെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി. താനെന്താടോ ഇരുട്ടത്ത് ഇവിടെ നിൽക്കുന്നത്? എന്തിനാ സമയം കളയുന്നത്? വീട്ടിൽ പോകാൻ ഉദ്ദേശമില്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ബസ് കാത്തു നിൽക്കുക സാർ. ലാബിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായില്ലേ? മാള് പറഞ്ഞു. ഈ 7 മണിക്ക് ഇനി ഇങ്ങോട്ട് എന്ത് ബസ് വരാനാ? ചുമ്മാ അവിടെ നിന്ന് സമയം കളയാതെ വേഗം വണ്ടി കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അവൻ അധികാരസ്വരത്തിൽ പറഞ്ഞു. മാള് വല്ലാതെയായി. സാറിൻ്റെ കൂടെ കാറിൽ പോകാനോ? അതൊന്നും വേണ്ട സാർ, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം, സാറ് പോയിക്കോളൂ. അത് കേട്ടതും അഭിമന്യുവിൻ്റെ ദേഷ്യം കൂടി. മാളവിക, ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? കയറാൻ. അവൻ്റെ ആ വിരട്ടലിൽ മാളു ശരിക്കും പേടിച്ചുപോയി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൾ വേഗം വന്ന് കാറിൻ്റെ മുൻസീറ്റിൽ കയറിയിരുന്നു. ഡോർ അടച്ചതും അഭിമന്യു കാറ് മുന്നോട്ടെടുത്തു. കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. AC-യുടെ നേർത്ത മൂളൽ മാത്രം അവിടെ കേൾക്കാം. മാളുവിൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. എപ്പോഴും തന്നെ വഴക്ക് പറയുന്ന സാറിൻ്റെ കൂടെ, അതും ഒറ്റയ്ക്ക് കാറിൽ. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അഭിമന്യുവിന് മനസ്സിലായി. ആ ഇരുട്ടിലും അവളുടെ മുഖത്തെ ആ വിളർച്ച അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ അല്പം AC കുറച്ചു വെച്ചു. എന്നിട്ട് സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തു. എന്തിനാ എന്നെ വണ്ടി കയറ്റിയത്? ലൈബ്രറിയിൽ നിന്നും വീഴാൻ പോയപ്പോൾ താങ്ങി പിടിച്ചു. ലാബിൽ സമയം നീട്ടിത്തന്നു. ഇപ്പോൾ ദേ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. പക്ഷേ സംസാരിക്കുന്ന മുഴുവൻ ദേഷ്യത്തിലാ. മാളു ചിന്തയിലായിരുന്നു. അവൾ ഒളികണ്ണാൽ അവനെ ഒന്ന് നോക്കി. ഗൗരവത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആ മുഖത്ത് വല്ലാത്തൊരു ആകർഷണമുണ്ടെന്ന് അവൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. പെട്ടെന്ന് അഭിമന്യു നോട്ടം മാറ്റിയപ്പോൾ അവൾ വേഗം കണ്ണുകൾ പിൻവലിച്ചു. വീടെവിടെയാ? അവൻ വരണ്ട ശബ്ദത്തിൽ ചോദിച്ചു. അടുത്ത കവല കഴിഞ്ഞിട്ട് വലത്തോട്ടുള്ള വഴിയിൽ, അവൾ മറുപടി പറഞ്ഞു. പിന്നെ അവർക്കിടയിൽ വലിയ സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വഴിത്തിരിവിൽ അവൻ കാറ് നിർത്തി. സാർ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ വീട്ടിലേക്ക്. മാളു ബാഗുമെടുത്ത്
ഡോറ് തുറക്കാൻ തയ്യാറായി. അഭിമന്യു അവളെ ഒന്ന് നോക്കി. അവൾ ഇറങ്ങാൻ പോകുന്ന ആ നിമിഷം അവൻ്റെ ഉള്ളിൽ എന്തോ വലിയൊരു ശൂന്യത തോന്നുന്നുണ്ടായിരുന്നു. ഈ യാത്ര കുറച്ചുകൂടി നീണ്ടിരുന്നെങ്കിലെന്ന് അവൻ അറിയാതെ ആഗ്രഹിച്ചുപോയി. എങ്കിലും അവനത് മുഖത്ത് കാണിച്ചില്ല. മാള് ഡോറ് തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അവനെ നോക്കി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, താങ്ക് യു സർ. അവൻ തിരിച്ച് ചിരിച്ചില്ല. പകരം ആ പഴയ കലിപ്പൻ ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു, താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. നാളെ രാവിലെ 10 മണിക്ക് ഫയൽ എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം. ലേറ്റായ ഞാൻ പറഞ്ഞത് തനിക്ക് ഓർമ്മയുണ്ടല്ലോ. അത് കേട്ടതും മാളുവിൻ്റെ മുഖത്ത് വീണ്ടും ആ പഴയ വാശി തിരികെ വന്നു. സാറ് പേടിക്കണ്ട. സാറ് പറഞ്ഞ സമയത്ത് തന്നെ ആ ഫയൽ അവിടെ ഉണ്ടാകും. അല്പം ഗൗരവത്തിൽ തന്നെ അവളത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. മാളു നടന്നു പോകുന്നത് നോക്കി അഭിമന്യു കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അവൾ തിരിഞ്ഞു നോക്കുമെന്ന് അവൻ കരുതിയെങ്കിലും അവൾ നോക്കിയില്ല. ഇരുട്ടിലേക്ക് അവൾ മറഞ്ഞതും അവൻ ചെറിയൊരു നിശ്വാസത്തോടെ കാർ മുന്നോട്ടെടുത്തു. അവൾ ഇരുന്ന സീറ്റിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തുടരും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചല്ലേ? ഓക്കെ, സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ത്രോട്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് വായിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് നാളെ കാണാം. ബൈ.